ക്രിസ്തുമസിന്റെ ആഹ്ലാദകരമായ കാലത്തോടടുക്കുമ്പോൾ ഈ ഉത്സവ കാലഘട്ടം ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളെക്കുറിച്ച് പ്രതിഫലിപ്പിക്കേണ്ട സമയമാണിത്. സ്നേഹം, ഒരുമ, നവീകരണം, പ്രത്യേകിച്ച് തിരിച്ചറിവ് എന്നിവയെ നമുക്ക് ഉൾക്കൊള്ളാം. ക്രിസ്തുമസ് വേളയിൽ ഈ തിരിച്ചറിവ് എന്ന പദം ഉള്ളിലേക്ക് നോക്കാനും നമ്മുടെ ചിന്തകളെയും ചെയ്തികളെയും വിലയിരുത്താനും നമ്മെ ക്ഷണിക്കുന്നു. ഇതെന്തോ ഇത് കൊള്ളാലോ, കൊറേ ഇറക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇതെന്താ പരിപാടി? എടാ നീ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഒന്നിച്ചിതല്ല ശരിയാക്കാൻ വേണ്ടി. അയ്യേ, എന്നെ ഒന്നും കിട്ടത്തില്ല. എനിക്ക് വേറെ പരിപാടികളായിരുന്നു. പിന്നെ നീ കൂടെ വന്നിട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും നേരം വെയിറ്റ് ചെയ്തത്. അങ്ങനെ ഇപ്പം ഞാനും കൂടെ വന്നിട്ട് ചെയ്യുന്നില്ല. ഞാൻ കരോളിന് പോവാം കൂട്ടുകാരോടെ. അയ്യേ, അതൊന്നും പറ്റില്ല. നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ എന്റെ കൂട്ടുകാരോടെ പോവല്ലേ. നീ തൽക്കാലം ആരും കൊണ്ടുപോകണ്ട. മോള് ഇവിടുത്തെ ഈ സാധനമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഈ മരമൊക്കെ ആര് ശരിയാക്കും? വീട്ടിൽ കാഴ്ച വെച്ചാൽ ഇല്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അമ്മ ഇത് കണ്ടു. അമ്മ തന്നെ പറ, ഞാൻ എങ്ങനെ ഇവിടെ കൊണ്ടുപോകും കരോളിന്? അവളെ കൂടെ ഒന്ന് കൊണ്ടുപോടാം. നിങ്ങൾ രണ്ടുകൂടെ ഒരുമിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂ. ആ, എനിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അമ്മ ഈ അഹങ്കാരത്തിന് വേണ്ടിയിട്ടല്ല. എനിക്ക് ചോദിച്ചു ചോറുണ്ട്. അമ്മ ചോറ്. അത് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. അത് പറഞ്ഞില്ലായിരുന്നു. കരോളിന് പോകും. ഇതെന്താണ്? മീനൊന്നും ഇല്ലേ? മോനെ, ക്രിസ്മസ് ദിവസമല്ലേ ഈശ്വരൻ സ്വീകരിക്കും. ഒരു ദിവസമെങ്കിലും നോയമ്പെടുക്കുന്നേ. ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നത്. വീട്ടിലാണെങ്കിൽ കഴിക്കാനൊന്നുമില്ല. ഇല്ല, ഇത് തന്നെയല്ലേ ഇത്രയും കൊല്ലമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്. എല്ലാ കൊല്ലം ഈ സമയമാകുമ്പോൾ നോയമ്പ്. ഈശ്വരന്റെ ഹൃദയത്തിൽ വന്ന് പറക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും എടുക്കും മോനെ. മതി അമ്മ, അമ്മയുടെ ഉപദേശം നിർത്തിക്കോ. ഈ എത്രയായിട്ട് ഇത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. ഹലോ അളിയാ, പറ. ഞാൻ വരുന്നുണ്ട്. ഞാൻ അമ്മ, എനിക്ക് ചോറ് വേണ്ട. ഞാൻ പോവാ. സമയം നിനക്കത് കിട്ടണം. രാവിലെ തൊട്ട് മഴ കളിച്ചോണ്ടിരിക്കുവല്ലേ. എന്തെങ്കിലും കാര്യം സഹായിച്ചു നീ അടുക്കളയില് ഫുൾ ടൈം അങ്ങോട്ട് കൂടെ വന്നിട്ട് മഴ കളിച്ച് തന്നെ ഇരിക്കണം. ക്രിസ്മസ് ആയിട്ട് എന്നെ കൂടെ പറയിപ്പിക്കരുത്. അമ്മ ഞാനെല്ലാം ചെയ്തോളാം. അമ്മ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ ഒന്ന് പറഞ്ഞോ പ്ലീസ്. അമ്മ, എന്റെ മറ്റേ വെള്ളയിലെ കറുത്ത ചെക്കിന്റെ ഷർട്ട് ഉണ്ടായിരുന്നോ? അമ്മ, എന്റെ ഫോൺ ഉണ്ടായിരുന്നോ? ഞാൻ പോവാ. ഇതാ അമ്മ, ഞാൻ പോവാണേ. മോനെ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ ആഘോഷങ്ങൾക്കും അലങ്കാരങ്ങൾക്കും എന്തിനേറെ ഈ കരോളിൽ പോലും. അമ്മ, അപ്പൊ നീ ഇവിടെ കൊണ്ടുപോകുന്നില്ല അല്ലേ? അമ്മ, അങ്ങനെയല്ല അമ്മ. ഇവളാണെങ്കിൽ നേരത്തെ ഇതുപോലെ ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ വെച്ച് കുറെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. അമ്മ, ഞാൻ അത് വെറുതെ പറഞ്ഞു അമ്മ. ഇവനിതൊക്കെ മനസ്സിൽ വെക്കാൻ ഞാൻ അറിഞ്ഞില്ല. മോനെ, ഒന്ന് പോട്ടേന്ന് വെച്ചാല്, ഒന്ന് താഴ്ന്നു കൊടുത്താല് കാൽവത്തിൽ പിറന്ന ദിവ്യക്ഷരനായ ഈശോ നിന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാ. ശരിക്കും റെഡിയായിട്ട് പോവാ. സ്നേഹം മനസ്സിലില്ലെങ്കിൽ നമ്മുടെ ഉത്സവങ്ങളും കരോളുകളും ആഘോഷങ്ങളും ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുകയില്ല, മഹത്വപ്പെടുത്തുകയില്ല. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട്. അവിടെ സന്തോഷവും സമാധാനവുമുണ്ട്. വിട്ടുവീഴ്ചകളുണ്ട്. ക്ഷമയും ചെറുതാകലുമുണ്ട്. ഒരുമയും കൂടപ്പിറപ്പ് സ്നേഹവുമുണ്ട്.
അവിടെയാണ് ക്രിസ്തു ജനിക്കുന്നതും ക്രിസ്തുമസ് അർത്ഥപൂർണമായി തീരുന്നതും. ഇപ്രകാരം നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും നാമായിരിക്കുന്ന സമൂഹത്തിലും ക്രിസ്തു ജനിക്കാൻ ഇടയാകട്ടെ. ഈ ക്രിസ്തുമസ് അതിന് സഹായകമാകട്ടെ. Yes.